ഹായ്. മധുരം ഇഷ്ടപ്പെടാത്ത ആരും ഉണ്ടാവില്ല അല്ലേ? നമുക്കെല്ലാവർക്കും മധുരം ഭയങ്കര ഇഷ്ടമാണ്, പ്രത്യേകിച്ച് കുട്ടികൾക്ക്. അപ്പോൾ ഇന്ന് ഞങ്ങൾ ഉണ്ടാക്കാൻ പോകുന്ന വിഭവം ക്യാരറ്റ് ഹൽവയാണ്. ആവശ്യമുള്ള സാധനങ്ങൾ: ക്യാരറ്റ് 4 കപ്പ്, പിന്നെ ഞങ്ങൾ അളവാക്കി എടുത്തിരിക്കുന്ന ഈ കപ്പാണ്. ഈ കപ്പിൽ പഞ്ചസാര, അതായത് 4 കപ്പ് ക്യാരറ്റ് എടുക്കുകയാണെങ്കിൽ 1 കപ്പ് പഞ്ചസാര നമ്മൾ എടുക്കും. 4 കപ്പ് ക്യാരറ്റിന് 4 കപ്പ് പാല്, 2 ടേബിൾ സ്പൂൺ നെയ്യ് ഇതിലേക്ക് ആവശ്യമായിട്ട് നമ്മൾ എടുത്തിട്ടുണ്ട്. പിന്നെ ഗാർണിഷ് ചെയ്യാൻ ആവശ്യത്തിന് കാഷ്യൂ നട്ടും ബദാം, കിസ്മിസ്, ഈ 3 നമ്മൾ എടുത്തിട്ടുണ്ട്. അത് ആവശ്യത്തിന് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ നമുക്ക് ചേർക്കാം. ഇനി ആദ്യമായിട്ട് നമ്മൾ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്യാൻ പോവുകയാണ്. നമുക്ക് തുടങ്ങാം. ക്യാരറ്റ് വളരെ നന്നായിട്ട് ചെറിയ ക്യാരറ്റുകളാണ് കുറച്ചും കൂടി നല്ലത്. നന്നായിട്ട് ഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്. നല്ലത് ചെറിയ കഷ്ണങ്ങളായിട്ട്. നമ്മൾ 2 ടേബിൾ സ്പൂൺ നെയ്യ് എടുത്തിരിക്കുകയാണ്. 2 ടേബിൾ സ്പൂൺ നെയ്യ് എടുത്തിരിക്കുക. നമ്മൾ ഗാർണിഷ് ചെയ്യാൻ വെച്ചിരുന്ന ഡ്രൈ ഫ്രൂട്ട്സ് അതിനകത്തിട്ടൊന്ന് വറുത്തെടുക്കുകയാണ്. നെയ്യിലൊന്ന് വറുത്തെടുക്കുകയാണ്. ഒന്ന് കളറ് മാറുന്നവരെ നമ്മൾ വറുത്തെടുക്കണം. ഇളക്കിക്കൊണ്ടേയിരിക്കണം. നാല് കപ്പ് ക്യാരറ്റ് നമ്മൾ ഇതിലേക്ക് ഇടുകയാണ്. 2, 3, ഗ്രേറ്റ് ചെയ്ത 4 കപ്പ് ക്യാരറ്റ് നമ്മൾ ഇട്ട് കഴിഞ്ഞു. അപ്പം നമ്മൾ നേരത്തെ എടുത്തു വെച്ച നെയ്യിൽ ഇത് വഴറ്റിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ പറഞ്ഞ പോലെ തന്നെ 4 കപ്പിന് 2 ടേബിൾ സ്പൂൺ നെയ്യാണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്. ആ അനുപാതത്തിൽ എടുത്തു കഴിഞ്ഞാൽ ധാരാളമായിരിക്കും. നെയ്യിൽ 1-2 മിനിറ്റ് ഇങ്ങനെ വഴറ്റണം. അതിനുശേഷം 4 കപ്പ് പാല് നമ്മൾ സാവധാനം ഒഴിച്ചു കൊടുക്കുക. നമ്മൾ ഹൈ ഫ്ലെയിമിലാണ് ഇട്ടിരിക്കുന്നത്. പാലൊന്ന് തിളച്ച് കഴിഞ്ഞാൽ നമുക്ക് ലോ ഫ്ലെയിമിലിടാം. ഇപ്പോൾ പാൽ ഏകദേശം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ലോ ഫ്ലെയിമിലേക്ക് മാറ്റുകയാണ്. ലോ ഫ്ലെയിമിൽ വെച്ച്
അരമണിക്കൂർ ഇടവിട്ട് നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കണം. പാല് മുക്കാഭാഗം വറ്റിക്കഴിഞ്ഞാൽ അതിൽ പഞ്ചസാര ചേർത്ത് വീണ്ടും അരമണിക്കൂർ നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കണം. ഇപ്പോൾ ഏകദേശം മുക്കാൽ ഭാഗം വറ്റിക്കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നമ്മളതിലേക്ക് നേരത്തെ പറഞ്ഞ പോലെ 1 കപ്പ് പഞ്ചസാര, നാല് കപ്പിന് ഇപ്പം നമ്മൾ 1 കപ്പ് പഞ്ചസാരയാണ് ഇട്ടിരിക്കുന്നത്. ഈ പാല് വറ്റി കഴിയുന്നവരെ നമ്മൾ ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കും. ഏകദേശം അരമണിക്കൂർ ഇതിനായി വേണ്ടി വരും. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കുക. ഇടയ്ക്ക് ഫ്ലെയിം കൂട്ടിയിട്ട് അടി പിടിക്കാതെ നോക്കണം. കാരണം ഫ്ലെയിം കൂട്ടരുത്. അതാണ് ലോ ഫ്ലെയിമിൽ പിന്നെ ഇളക്കുകയാണെങ്കിൽ വലിയ കുഴപ്പം വരില്ല. അല്ലെങ്കിൽ അടിയിൽ പിടിക്കുന്നത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇപ്പോൾ പാല് നല്ലോണം വറ്റിയിട്ട് നല്ല പാകം വന്നിരിക്കുകയാണ്. പഞ്ചസാരയൊക്കെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. നമ്മൾ ഇളക്കുമ്പോൾ കുറച്ചുകൂടി കനം നമുക്ക് തോന്നുന്ന ആ ഒരു പരുവാകുമ്പോഴാണ്, വിട്ടുപോരുന്നൊരു പരുവാകും വരെ നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് കാണാം കുറച്ചും കൂടി ഒരു ഓറഞ്ച് കളർ കൂടുതലായിട്ട് വന്നിട്ടുണ്ട്. ഇത് ഏകദേശം 1 മണിക്കൂർ പാചകം ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുന്ന ഒരു ഡിഷാണ്. പക്ഷെ ഇതിൻ്റെ സ്വാദ് എന്ന് പറയുന്നത് വളരെ നല്ലൊരു ടേസ്റ്റാണ്. പ്രത്യേകിച്ച് കുട്ടികൾക്ക് വളരെയധികം ഇഷ്ടമാകുന്ന ഒരു ഡിഷാണ്. അതുകൊണ്ട് നമ്മൾ സമയമെടുത്താലും ശരി വളരെ നല്ലൊരു ഡിഷ് നമുക്ക് പ്രിപ്പയർ ചെയ്യാൻ പറ്റും.
ക്യാരറ്റ് ഹൽവ തയ്യാറായി കഴിഞ്ഞു. ഇനി നമുക്കിതൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം. അപ്പോൾ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, നോട്ടിഫിക്കേഷൻ ബാറിൽ ക്ലിക്ക് ചെയ്യുക. നേരത്തെ നെയ്യിൽ വറുത്തെടുത്ത ഡ്രൈ ഫ്രൂട്ട്സ് കൊണ്ട് നമുക്കിതിനെ ഗാർണിഷ് ചെയ്യാം.